അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയും ഗർഭഗൃഹവും പ്രദക്ഷിണ വീഥിയുമാണ് പൂർത്തിയായത്. പുനർനിർമ്മിച്ച അയോധ്യയിലെ ക്ഷേത്രത്തിന് മുന്നിൽ ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 3 നിലകളുള്ള ക്ഷേത്രമാണ്. അതിന്റെ ആദ്യ നിലയിലാണ് രാംലല്ലയുടെ 5 വയസ്സ് പ്രായമുള്ള രാംലല്ലയുടെ വിഗ്രഹം താമരയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. രാംലല്ലയുടെ പ്രധാനപ്പെട്ട വിഗ്രഹം ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് കൂടാതെ 7 ഉപദേവതകൾ കൂടി ഈ ക്ഷേത്രത്തിന്റെ ആദ്യ നിലയിലുണ്ടാകും. കൂടാതെ പ്രദക്ഷിണ വീതി ഉണ്ടാകും. അതടങ്ങുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത്. 22-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കും. ഇതുകൂടാതെ 2 നിലകൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന്റെ ടെമ്പിൾ കോംപ്ലക്സ് അടങ്ങുന്ന ഏതാണ്ട് 76 ഏക്കറിൽ വരുന്ന മുഴുവൻ ക്ഷേത്രം അത് പൂർത്തിയാകുന്നത് 2025 ഡിസംബർ മാസത്തിൽ മാത്രമാകും. ഈ ഘട്ടത്തിൽ പൂർത്തിയായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രം, ഗർഭഗൃഹം, അതോടൊപ്പം തന്നെ ഉപദേവതകളുടെ ക്ഷേത്രം, കൂടാതെ പ്രദക്ഷിണ വീതി ഇതടങ്ങുന്ന ക്ഷേത്ര നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. എന്തായാലും വളരെ വിജയകരമായി 2020-ലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടത്തി. അതിനുശേഷം വളരെ വേഗത്തിൽ ഏതാണ്ട് 2.5 വർഷം കൊണ്ട് തന്നെ ഈ പിന്നിൽ കാണുന്ന രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രശംസനീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം അയോധ്യയുടെ ചരിത്രം. ഒരുപാട് യുദ്ധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്നിരുന്നു എന്നതുകൂടി നമ്മൾ ഈ സമയം ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ അതേ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ മാതൃക എന്നത് പുരാതന അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഐതിഹ്യങ്ങൾ പറയുന്നത് ഇവിടെ നിർമ്മിച്ചത് ലവകുശന്മാരാണ് ഇവിടെ രാമക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് എന്നുള്ളതാണ്. ആ രാമക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലുള്ള ക്ഷേത്രമാണ് ഈ ആധുനിക കാലത്തും നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിന് മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട്. ഏതാണ്ട് 1000 വർഷത്തോളം ഒരു കേടുപാടും സംഭവിക്കാതെ നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പോയിട്ടുള്ളത്. ഭൂകമ്പമോ അതല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണം നടന്നിരിക്കുന്നു. അങ്ങനെ നിരവധി സവിശേഷതകളുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇനിഷ്യേറ്റീവ് കൂടി ഈ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതിന്റെ നിയമ പോരാട്ടങ്ങൾക്കും മറ്റു യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഇതിന്റെ പേരിൽ നൂറ്റാണ്ടുകളായി നടന്നിട്ടുണ്ട്. പോലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രത്യേകിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഈ 2 വ്യക്തിത്വങ്ങൾ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഒപ്പം സുപ്രീം കോടതിയുടെ ചരിത്രപരമായ 2019-ലെ വിധി, ഇതെല്ലാം കൂടി ആയപ്പോൾ ഈ പിന്നിൽ കാണുന്ന രീതിയിൽ ഹൈന്ദവ സമൂഹത്തിന് ആവേശം പകരുന്ന രീതിയിൽ, അവർക്ക് അഭിമാനം പകരുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.